സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിലേക്ക് മടങ്ങുന്നതിനുള്ള കൗണ്ട് ഡൗൺ ആരംഭിച്ചു കഴിഞ്ഞു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ 9 മാസത്തിലേറെയായി കുടുങ്ങിക്കിടന്ന 2 US ബഹിരാകാശ യാത്രികരുടെ തിരിച്ചുവരവിനെക്കുറിച്ചുള്ള വർദ്ധിച്ചുവരുന്ന ആകാംക്ഷയ്ക്ക് വിരാമമാകുന്നു. അമേരിക്കൻ സമയം മാർച്ച് 18 ചൊവ്വാഴ്ച വൈകുന്നേരം അവർ ഭൂമിയിലേക്ക് മടങ്ങുമെന്ന് നാസ സ്ഥിരീകരിച്ചു. നേരത്തെ റിപ്പോർട്ട് ചെയ്ത സ്കെഡ്യൂളിനേക്കാളും ഒരു ദിവസം മുൻപ് ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബുച്ച് വിൽമോറും മടങ്ങിയെത്തും. പ്രവചിക്കപ്പെട്ട അനുകൂല സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കി ചൊവ്വാഴ്ച വൈകുന്നേരം ക്രൂ 9 ഭൂമിയിലേക്ക് മടങ്ങുമെന്ന് നാസ ഒരു ഔദ്യോഗിക പ്രസ്താവനയിൽ പറഞ്ഞു. ഞായറാഴ്ച ISS-ൽ എത്തിയ സ്പേസ് എക്സ് ക്രൂ 10 ഡ്രാഗൺ ക്രാഫ്റ്റ് 9 മാസത്തിലേറെയായി ബഹിരാകാശത്ത് കുടുങ്ങിക്കിടക്കുന്ന സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും അവരോടൊപ്പം മറ്റ് 2 ബഹിരാകാശ യാത്രികരെയും ഭൂമിയിലേക്ക് എത്തിക്കും. ബോയിംഗ് സ്റ്റാർലൈനർ ബഹിരാകാശ പേടകത്തിന്റെ ആദ്യ ക്രൂഡ് പരീക്ഷണ പറക്കലിനിടെ പ്രൊപ്പൽഷൻ പ്രശ്നങ്ങൾ നേരിട്ടതിനെ തുടർന്നാണ് ജൂൺ മുതൽ വില്യംസും വിൽമോറും ബഹിരാകാശത്ത് കുടുങ്ങിയത്. ക്രൂ 9ന്റെ തിരിച്ചുവരവ് തത്സമയം കാണിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നാസ പുതുക്കിയ സ്കെഡ്യൂൾ അതിന്റെ വെബ്സൈറ്റിൽ പങ്കിട്ടിട്ടുണ്ട്. ഡ്രാഗൺ ക്യാപ്സ്യൂളിൽ നാസ ബഹിരാകാശ യാത്രികൻ നിക് ഹേഗും റോസ് കോസ്മോസ് ബഹിരാകാശ യാത്രികൻ അലക്സാണ്ടർ ഗോർബുനോവും ആണ് ക്രൂ 9നൊപ്പം ഉണ്ടാവുക. മാർച്ച് 17 തിങ്കളാഴ്ച, അതായത് ഇന്ത്യൻ സമയം മാർച്ച് 18 രാവിലെ 8:30 ഹാച്ച് ക്ലോഷർ തയ്യാറെടുപ്പുകളോടെ സ്പേസ് എക്സ് ക്രൂ 9 റിട്ടേണിന്റെ തത്സമയ കവറേജ് സംരക്ഷണം ചെയ്യുമെന്ന് നാസ സ്ഥിരീകരിച്ചു. വിൽമോറിന്റെയും വില്യംസിന്റെയും 9 മാസത്തെ അപ്രതീക്ഷിതമായ ബഹിരാകാശവാസം ഇതോടെ അവസാനിക്കുകയാണ്. സുനിത വില്യംസിന്റെയും ബുച്ച് വിൽമോറിന്റെയും 9 മാസത്തെ അപ്രതീക്ഷിതമായ ബഹിരാകാശവാസം ഇതോടെ അവസാനിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒരു ടെമ്പററി റൗണ്ട് ട്രിപ്പ് ദൗത്യമായി ആസൂത്രണം ചെയ്തിരുന്നത് 7 ദിവസത്തെ ദൗത്യത്തിനുള്ള പദ്ധതികളോടെ 2024 ജൂണിലാണ് ബോയിംഗ് സ്റ്റാർലൈനറിൽ ഇരുവരും ISS-ൽ എത്തിയത്. സ്റ്റാർലൈനറിലെ പ്രൊപ്പൽഷൻ സിസ്റ്റത്തിലെ പ്രശ്നങ്ങളും ഹീലിയം ചോർച്ചയും ഉൾപ്പെടെയുള്ള സാങ്കേതിക ബുദ്ധിമുട്ടുകൾ കാരണം സെപ്റ്റംബറിൽ ബഹിരാകാശ പേടകം ആളില്ലാതെ ഭൂമിയിലേക്ക് തിരിച്ചയക്കാൻ നാസ നിർബന്ധിതരായി. തൽഫലമായി ബഹിരാകാശ യാത്രികർ സ്റ്റേഷനിൽ തങ്ങേണ്ട കാലയളവ് അനിശ്ചിതത്വത്തിലുമായി. അനിശ്ചിതത്വത്തിലായ താമസം സാധാരണയുള്ള 6 മാസത്തെ ISS ഭ്രമണ കാലയളവിനേക്കാൾ കൂടുതലായിരുന്നു. അതെ, 9 മാസം. വസ്ത്രങ്ങളുടെയും വ്യക്തിഗത വസ്തുക്കളുടെയും അധിക വിതരണം ആവശ്യമായി വന്ന അവരുടെ ദൗത്യത്തിന്റെ ആസൂത്രിതമല്ലാത്ത വിപുലീകരണം പൊതുജന ശ്രദ്ധ എന്നും ആകർഷിച്ചിരുന്നു. മാർച്ച് 18 ചൊവ്വാഴ്ച വൈകുന്നേരം ഈസ്റ്റേൺ ടൈം 5:57 ഫ്ലോറിഡ തീരത്ത് പേടകം തെറിച്ചു വീഴുമെന്ന് നാസ പ്രഖ്യാപിച്ചു. ബുധനാഴ്ചയ്ക്ക് മുമ്പാണ് തിരിച്ചുവരവ് ആദ്യം പദ്ധതിയിട്ടിരുന്നത്. എങ്കിലും ആഴ്ചയുടെ അവസാനത്തിൽ പ്രതികൂല കാലാവസ്ഥ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതിനാൽ അത് മാറ്റിവെക്കുകയായിരുന്നു.